ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ആന അവാനു മൗലിദിഹിൽ കരീം വഹാന മഖ്ദമുഹു ശരീഫുൽ അളീം. ഫലമ്മാ ആന അടുത്തപ്പോൾ, അവാനു മൗലിദിഹിൽ കരീം അവിടുത്തെ ജന്മത്തിൻ്റെ സമയം അടുത്തപ്പോൾ. ചില കോപ്പിയിൽ അവാനില്ല. അവാന് ഉള്ള കോപ്പി പ്രകാരം മൗലിദ് മസ്തറാക്കിയാൽ മതി. കാരണം മീമി മസ്തറാണ്. അല്ലെങ്കിൽ അവാന് എന്നതിലേക്ക് ഉള്ള കോപ്പി പ്രകാരം ഇല്ലാത്ത കോപ്പി പ്രകാരം മൗലിദിനെ വെറുഫാക്കിയാൽ മതി. അപ്പോൾ എന്ത് മാന കിട്ടും? ജന്മസമയം അടുത്തപ്പോൾ എന്ന് കിട്ടും. മൗലിദിൻ്റെ സമയം എന്നല്ല അർത്ഥം, വിലായത്തിൻ്റെ സമയം. മൗലിദിൻ്റെ അർത്ഥം റമ്മ ആന മൗലിദുഹുൽ കരീം എന്നാണുള്ളത്. മിക്ക കോപ്പികളിൽ അങ്ങനെയാണുള്ളത്. റമ്മ ആന മൗലിദുഹുൽ കരീം. പിന്നെ ഹാന, അത് മറ്റേൻ്റെ അതേ അർത്ഥം തന്നെ. ഹാന മഖ്ദമുഹു അവിടുത്തെ മുന്നിട്ട് വരവും അടുത്തപ്പോൾ, അല്ലെങ്കിൽ മസ്തറാക്കാം മുന്നിട്ട് വരവിൻ്റെ സമയം അടുത്തപ്പോൾ. ഷരീഫു ഷരീഫായ മഖ്ദം, അൽ അലീം വണ്ണമായതുമായ. ഇനാണ് ലമ്മൻ്റെ ജവാബ്. സ്വാഹ അട്ടഹസിച്ചു, ആകെ പബ്ലിസിറ്റി നടത്തി. ആരാണ് അട്ടഹസിച്ചത്? സാഊസ് എന്ന് പുള്ളില്ലാത്ത സീനാണ് ഏറ്റവും നല്ല ഇസ്തിമാൽ. ഷാഊഷ് എന്നാണ് നുസ്ഖകളിൽ മിക്കവാറും കാണുന്നത്. പുള്ളില്ലാത്ത സീനാണ് വേദമുള്ള നോക്കുമ്പം അതിൻ്റെ ലോകത്തിലെ ലോകത്തുള്ള നോക്കുമ്പോൾ സാഊസാണ് വേണ്ടത്. ഇഷാറത്തിൻ്റെ സാഊസ് എന്ന് വെച്ചാൽ പബ്ലിഷർ, അത് ആകെ പരസ്യപ്പെടുത്തുന്ന ആൾ അട്ടഹസിച്ചു. എന്തുകൊണ്ട്? ബിൽ ബിഷാറ, സന്തോഷ വാർത്ത കൊണ്ട്. യഹ്ലിൽ അർളി അജ്മഈൻ, ആ ആളാരാന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാം ലോകം മുഴുവനും ഒരു സിഗ്നൽ കൊടുത്തു. എന്ത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതാ പറഞ്ഞത്. എല്ലാവർക്കും വിവരം കൊടുത്തു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്തിലൂടെ അറിയുന്ന വിവരം ലോകം മുഴുവനും ഒരു ഇഷാറത്തായി കൊണ്ട് ആരറിയിച്ചു? ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു. മൂപ്പരാണ് ആ സാഊസ്. ഫൈന്ദദാലിക്, ആ സന്തോഷ വാർത്ത അങ്ങ് കിട്ടിയ പബ്ലിസിറ്റി നടത്തിയ സമയത്ത് ഹഫത്ത് ഉമ്മിഹി ആമിനത്ത, അവിടുത്തെ ഉമ്മയാകുന്ന ആമിന ബീവിനെ വലയം ചെയ്തു. അൽ മലായികത്തുൽ അബ്റാർ, അബ്റാരീങ്ങളാതായിരിക്കുന്ന ഗുണവാന്മാരാതായിരിക്കുന്ന മലായികത്തുകൾ, റഹ്മത്തിൻ്റെ മലക്കൾ അങ്ങോട്ട് വലയം ചെയ്തു. തഹ്ജുബുഹ, മഹദിയെ മറച്ചു പിടിക്കുന്നവരാ നിലയിൽ. ബി അജ്നിഹത്തിഹ, ആ അവരുടെ ചിറകുകളെ കൊണ്ട് ഇങ്ങനെ വലയം ചെയ്തു, മറച്ചു പിടിച്ചു. എന്തിനെ തൊട്ട്? അയ്യുനിൽ അഹയാർ, മറ്റ് വൈറുകളുടെ കണ്ണുകളെ തൊട്ട്. ജിന്നിൻ്റെയും മറ്റ് അതുപോലെ തന്നെ കുഫാറിൻ്റെയും അതുപോലെ തന്നെ പിശാച്ചിൻ്റെയും എല്ലാവരുടെയും അയിനെ തൊട്ട് ചിറകുകളെ മറച്ചു പിടിച്ചു, കണ്ണുകരറ്റാതെക്കാനും അതിൻ്റെ സുരക്ഷിതത്വത്തിനൊക്കെ. വഖഫ യമീനിഹ, ആമിന ബീവിൻ്റെ വലത് സൈഡിൽ വന്നു നിന്നു മീകായിൽ അലൈഹിസ്സലാം. വബൈനയദൈഹ, മുമ്പിൽ വന്നു നിന്നു ആര്? ജബ്രായീൽ അലൈഹിസ്സലാം. ജിബ്രീൽ ഒരുപാട് ഇസ്തിമാലിൽപ്പെട്ട ഒരു ഇസ്തിമാലാണ് ജബ്രായീൽ. ജിബ്രീൽ, ജബ്രീൽ, ജബ്രായീൽ, ഇങ്ങനെ ഒരുപാട് ഇസ്തിമാലുണ്ട്. ഇനി ജബ്രായീൽ എന്നുണ്ട്, അതിൽപ്പെട്ടതാണ് ഇപ്പോഴത്തെ ഇസ്തിമാൽ. അത് മീകായിലിനോട് ഏതിലൊക്കാം? വസിനിൽ വക്കാൻ. ഇവിടെ ഇസ്തിമാൽ ഏറ്റവും നല്ലത് ജബ്രായീൽ, മറ്റേ മീകായിൽ. കണ്ടില്ലേ? വലഹും, ആ ഹൂർലീങ്ങൾക്കുണ്ട്. അവിടെ ഹൂർലീങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞതിൽ വന്നിങ്ങനെ. ഏത് ഹൂർലീങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവിടെ കഴിഞ്ഞതിൽ വന്നില്ലേ? അതിലേക്ക് നമീർ അടക്കിങ്ങാണ്ട് വലഹും എന്ന് അതിൻ്റെ ഏറ്റവും നല്ലതാണ്. സജലുൻ, അവർക്ക് ഒരു കലവിലെ ശബ്ദം ഉണ്ടാക്കലുണ്ട്. ഈ അല്ലെങ്കിൽ ഈ പക്ഷികളും മറ്റേ ഈ ചീവീലുകളൊന്നും അടച്ചുണ്ടാക്കി ചെറുപ്പരോ ഒന്ന് രച്ചുണ്ടാവുമല്ലോ, അതിനാ സജല് ആണ്. ഒന്നായിട്ടൊരു ശബ്ദം. ബി തസ്ബീഹി, തസ്ബീഹ് കൊണ്ടും തഖ്ദീസ് കൊണ്ടും തഹ്ലീൽ കൊണ്ടും, ലായിലാഹ തസ്ബീഹും തഖ്ദീസും ഒക്കെപ്പാടെ ആർക്ക്? ലിൽ മലിക്കിൽ ജലീൽ, ജലീലായ മലിക്കായ അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് തസ്ബീഹും തഹ്ലീലും തഖ്ദീസുമായിട്ട് ഭയങ്കര ചരപലോന്ന് ശബ്ദം. വഅഖ്ബറത്തുൽ ഹൂറുൽ ഐൻ, ഹൂറുലീങ്ങളൊന്ന് മുന്നിട്ടു. ഇലാ ഉമ്മിഹി ആമിന, ഉമ്മയാകുന്ന ആമിന ബീവിയിലേക്ക്.
ആദ്യത്തെ ആമിന എന്ന് പറഞ്ഞാൽ ആമിന ബീൻ്റെ പേരാട്ടോ. ഇങ്ങനൊരു ആമിന വരുന്നുണ്ട്, അത് ഇസ്മുഫായില. തുബഷിറു ആമിന ബീവിക്ക് സന്തോഷാർത്ഥം അറിയിക്കുന്നവരാ നിലയിൽ എന്തുകൊണ്ട് സന്തോഷാർത്ഥം അറിയിക്കുന്നുണ്ട്? ബി അന്നഹ നിശ്ചയമായിട്ടും ആ ആമിന ബീവി മിൻ ജമീൽ മഹാവിഫി എല്ലാ പേടിക്കപ്പെടേണ്ട സംഗതികളെ തൊട്ടും ആമിനത്തുൻ നിർഭയയാണ്. ഒന്നും പേടിക്കണ്ടട്ടമ്മാന്ന് ചെയ്തിട്ടുണ്ട്. എല്ലാ ഹൂർലിങ്ങളും ആമിന ബീവിക്ക് എന്ത് ചെയ്യാണ്? സന്തോഷത്തെ അറിയിക്കുകയാണ്. പിന്നെ ഇപ്പോൾ തനൂബു ആ ഹൂർലിങ്ങളൊക്കെ പകരക്കാരാണ്. അനിൽ കവാബിരിൽ ബഷരീയത്തി മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ടതായിരിക്കുന്ന ഒസാത്തികളെ തൊട്ട്. പ്രസവിക്കുന്ന നേരത്ത് കുട്ടിയെടുക്കാൻ ആരുണ്ടാവും? ഒസാത്തികളുണ്ടാവും. അവർ തടവി കൊടുക്കാനും സന്തോഷമുള്ള വാക്ക് പറയാനും അവർക്കിങ്ങനെ നേരം പോക്കിന് എന്തെങ്കിലുമൊക്കെ ചൊല്ലി പറഞ്ഞു കൊടുക്കാനൊക്കെ ആരുണ്ടാവും? ഒസാത്തികളുണ്ടാവും. അതിന് പകരം ഇവിടെ ആരാളുള്ളത്? അവർക്ക് പകരം ഹൂർലിങ്ങളാണ്. എന്തുകൊണ്ടാണ് പകരം വന്നത്? ബിസാദത്തിൽ അബദിയ ശാശ്വതമാതായിരിക്കുന്ന വിജയവുമായിട്ട്. ശാശ്വതമാതായിരിക്കുന്ന വിജയവും കൊണ്ടും പിന്നെ വൽ ഖുറത്തിൽ കമരിയത്തി വൽ ഖുറത്തി ഒരു മുഖം ഇതാ വരാൻ പോകുന്നു. എങ്ങനത്തെ മുഖം? അൽ കമരിയത്തി ചന്ദ്രനോട് സദൃശപ്പെടുത്താവുന്ന, ചന്ദ്രനോട് തുല്യപ്പെടുത്തപ്പെടാവുന്ന ഒരു മുഖം ഇതാ നിനക്ക് വരാൻ പോകുന്നുണ്ട്. ഒരു ശാശ്വതമായ വിജയത്തിൻ്റെ കാരണക്കാരനെയാണ് ഇനി പ്രസവിക്കപ്പെടാൻ പോകുന്നത് എന്ന സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് ഈ ഹൂർലിങ്ങളൊക്കെ പകരം വന്നത് അസ്വത്തികളെ തൊട്ട്. ഇപ്പോൾ തൊല്ലാത്തിൽ മുഹമ്മദീയത്തി മുഹമ്മദ് എന്ന ലഫ്ലിൻ്റെ മുഹമ്മദ് എന്ന അർത്ഥം സ്തുതിക്കപ്പെട്ടവർ, എല്ലാവരാലും സ്തുതിക്കപ്പെട്ടെന്ന അർത്ഥമുള്ള മുഹമ്മദ് എന്ന ലഫ്ലുകളുള്ള ചേർക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ജന്മം കൊണ്ടും, അല്ലെങ്കിൽ തൊൽഅത്തിന് ദാത്ത് എന്ന് പറയുന്നുണ്ട്, തൊൽഅത്തിന് അങ്ങനത്തെ ഒരു പൂമേനി ഇതാ വരാൻ പോകുന്നു എന്നതുകൊണ്ടും. അഹദഹൽ മഹാൽ മഹദിക്ക് ആ പ്രസവ സമയത്ത് പ്രസവ വേദന പിടികൂടാൻ തുടങ്ങി. വേദന എന്ന് നമ്മൾ പറഞ്ഞു, ഇവിടെ ഉദ്ദേശിക്കുന്ന വേദനയല്ല, പ്രസവത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന എന്തോന്നിങ്ങനെ വരുന്നുണ്ട് മൂത്രയ്ക്കായിരിക്കുമ്പോൾ മൂത്രം വരുന്നുണ്ട് നമ്മളറിയില്ലേ. എന്നമാരെ പ്രസവിക്കാൻ ഒരുങ്ങുമ്പോൾ അതാ കുട്ടി വരുന്നുണ്ട് എന്ന് ആർക്കറിയാം, ഒരു അനുഭവം അങ്ങനെ അറിയാമല്ലോ. അത് ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് പറഞ്ഞത്? മഹാല് പറഞ്ഞത്. ആ മഹാല് പിടികൂടി. വസ്തദ്ബിഹ ആലാമുഹു അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ എവിടെ ആലാമിന് അങ്ങനെ മാനക്കണേ. കാരണം അലമില്ല എന്നാൾ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ലക്ഷണങ്ങളൊന്ന് ശക്തിയായി. ഇപ്പം പ്രസവിക്കുന്നു തോന്നി, അതിൻ്റെ ലക്ഷണങ്ങളൊന്ന് ശക്തിയായി. ഇപ്പോൾ ഫലദത്തിൻ നബി അനന്തരം മഹാരി പ്രസവിച്ചു. അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതുപോലെ പ്രസവിച്ചു? കന്നഹു നബിതങ്ങളായതുപോലെ, അൽ ബദ്റു ഒരു പൗർണമി ആയതുപോലെ, 14 രാവിൻ്റെ അമ്പിളി ആയതുപോലെ, ഈ തമാമി അതിൻ്റെ പൂർണ്ണ സ്ഥിതിയിലെത്തിയതായിരിക്കുന്ന പൗർണമി പോലെ പ്രസവിച്ചു. ഇവിടെ എണീച്ചിക്കലുണ്ട്. ചില ആളുകളെ ആശക്കാരൊക്കെ അഭിപ്രായം, മാമിങ്ങളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ജന്മം കേൾക്കുമ്പോൾ എണീച്ചിക്കൽ സുന്നത്താണ് എന്ന്. പക്ഷെ അതൊരു മുഫ്താബിയ മസലയോ അതെങ്കിലും അതങ്ങനെ ഒരു അടിസ്ഥാന നിയമമൊന്നുമല്ല. ഏറ്റവും നല്ലത് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് പാരമ്പര്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പം പിന്നെ ഇപ്പോൾ വലത്തത്തെ സബീഹത്ത നബിയ സക്കല ചെയ്യുന്നുണ്ട് അവിടെ മങ്കൂസ് മൗലിദിൽ. അവിടെ പാരും ഈശകളൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ലല്ലോ. ഉരിതൽ ഹബീബു ഹദ്ദുഹു മുത്തവരീദ് പറയുന്നത് അവിടെ പാരും ഈശകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് പാരമ്പര്യമായിട്ട് നമ്മളെ മശായഹന്മാരും കശ്മിൻ്റെ അഹിലുകാരും വലിയ സൂഫി വര്യന്മാരും ഒക്കെ ആ സമയത്ത് ഷറഫുൽ അനാമിൽ അവിടെ എത്തുമ്പോൾ ഇതിനെ എഴുന്നേച്ച് കാണിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേച്ചിട്ട് എന്നിട്ട് താലീമായിട്ട് കാണുന്നു എന്ന് മാത്രം. ഇങ്ങനെ കുത്തിർന്ന് ചെല്ലി ചരിച്ച് കണ്ടവരോ അത് വീട് കാട്ടിയെന്നൊന്നും അതിനായിട്ട് പറയാൻ പറ്റുമൊന്നുമില്ല. ഇൻഷാ അള്ളാ ഇനി ആ ബെയ്ത്തും കൂടി നമുക്കത് പൂർത്തിയാക്കണം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്.